കർത്താവിന്റെ അതിപരിശമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം എന്റെ 21 വാക്യം. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഒരിക്കൽ കൂടി അവചനം വായിക്കുന്നു. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അല്ലെലിയ തന്റെ വാർദ്ധക്യകാലത്ത് തന്റെ മക്കളെയെല്ലാം കൂട്ടിവരുത്തി. പ്രൈസ് ദി ലോർഡ്. അവസാന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവയെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരെ കുറിച്ചും പ്രവചനമായി പറഞ്ഞു. തന്റെ മക്കളെക്കുറിച്ചെല്ലാം പ്രവചനമായി ശക്തമായി ദൂതുകൾ യാക്കോബ് അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദിവസം 49 അധ്യായം അല്ലേലിയ അതിന്റെ സ്തോത്രം 3 വാക്യം തൊട്ട് വായിച്ചു തുടങ്ങുമ്പോൾ, രൂപേനെ, നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനാകുകയില്ല. നീ അപ്പന്റെ കിടക്കയിൽ കയറി അതിനെ അശുദ്ധമാക്കി എന്റെ ശയ്യമേൽ കയറിയല്ലോ. അങ്ങനെ രൂപനെ കുറിച്ച് പറഞ്ഞെങ്കിലും വെള്ളം പോലെ തുളുമ്പുന്നവനാണെന്ന് പറഞ്ഞാലും അല്ലേലിയ അവൻ ശ്രേഷ്ഠനാകത്തില്ല. കാരണം അവന്റെ ജീവിതത്തിൽ പാപം വന്നു. ശിമേനെ കുറിച്ച് പറയുമ്പോൾ ശിമേനെ ലേവികൾ, ശിമിയോനും ലേവി സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങളാണ്. എന്റെ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എന്മനമേ, അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു. എല്ലാവരെ കുറിച്ചും യാക്കോബ് തുടർന്ന് അങ്ങോട്ട് പ്രവചിക്കുന്ന കാണാൻ കഴിയും. സ്തോത്രം. ഇവിടെ കാണുന്നത് ഓരോരുത്തരെ കുറിച്ചും പ്രവചനമായി. രൂപൻ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്, യഹൂദ ബാലസിംഹമാണ്, ഇസഹാക്കർ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്ന അസ്ഥിബലമുള്ള കഴുതയെന്നും, ദാൻ വഴിയിൽ ഒരു പാമ്പ് എന്നും, ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി എന്നും പ്രവചിച്ചു. അങ്ങനെ തന്റെ എല്ലാ മക്കളെ കുറിച്ചും പ്രവചിച്ചു. അങ്ങനെ 21 വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നഫ്താലിയെ സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ എന്ന് സ്നേഹത്തോടുകൂടി യാക്കോബ് വിളിക്കുന്നത്. ഹല്ലേലൂയ. യാക്കോബിന്റെ എല്ലാ മക്കളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ പാപക്കറകൾ, പാപ സ്വഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, യാക്കോബിന്റെ വാർദ്ധക്യകാലത്ത് അവസാന നിമിഷങ്ങളിൽ തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവരോട് അറിയിക്കുമ്പോൾ നഫ്താലിയോട് മാത്രം ഇത്ര വലിയ സ്നേഹം. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുക. സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് അവൻ ഏതോ അടിമത്തത്തിൽ ഇരുന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മള് മാതാപിതാക്കളുടെ ഒപ്പം നിന്ന് വളരുകയും ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, മാതാപിതാക്കൾ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ ശാപം നമ്മൾ വാങ്ങിയെടുക്കരുത്. മാതാപിതാക്കൾ നമ്മളെ അനുഗ്രഹിക്കുക ഒരിക്കലും നമ്മൾ ശാപത്തിന് കീഴാകാതെ അവരുടെ അനുഗ്രഹത്തെ വാങ്ങിയെടുക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ അമ്മമാരുടെ ശാപത്താൽ നിറയപ്പെട്ട മക്കൾ ഏത് കാലത്ത് എവിടെ ചെന്നാലും അവരുടെ ജീവിതത്തിൽ പരാജയങ്ങളായിരിക്കും. അവർക്കൊരു സന്തോഷകരമായ ജീവിതം ലഭ്യമാകത്തില്ല. എന്നും ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും അനുഭവമായിരിക്കും. എന്നാൽ അപ്പന്മാരുടെ അനുഗ്രഹം വാങ്ങി ആമി ജീവിക്കുന്ന മക്കളുടെ ജീവിതം എന്നും സന്തോഷമായിരിക്കും. അവർ സ്വതന്ത്രരായിരിക്കും. അവരുടെ വായിൽ ലാവണ്യ വാക്കുകളായിരിക്കും. സ്വതന്ത്രം. അപ്പൊ നഫ്താലി മുമ്പ് ഏതോ അടിമത്തത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ അവൻ സ്വതന്ത്രനാണ്. ഹല്ലേലൂയ. അത് സ്നേഹിക്കുന്ന നാം ദൈവത്തിന്റെ വചനം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹത്തെ ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കണമെങ്കിൽ മുമ്പ് നമ്മുടെ ജീവിതത്തിനുണ്ടായിരുന്ന അടിമത്തത്തിൽ നാം പുറത്തു വരണം. പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കാതെ, ഈ ലോകത്തിന്റെ ജഡികമായ ജീവിത സാഹചര്യത്തിന് അടിമയായി പോകാതെ, ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്ത സകല അശ്ലീലത്തിനും അടിമയായി മാറാതെ,
പ്രത്യേകിച്ച് പറയും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അടിമയായി മാറാതെ, മതങ്ങൾക്ക് അടിമയായി മാറാതെ നാം ക്രിസ്തുവിൽ സ്വതന്ത്രരായി മാറണം. പ്രൈസ്. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരായി മാറുമ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ കഴിയുള്ളൂ. രക്തചയം. ഒരു രാഷ്ട്രീയക്കാരനോട് നിങ്ങൾ സംസാരിച്ചാൽ അവർക്ക് എപ്പോഴും എടുത്തിയാട്ടവും കോപവും അല്ലരിയ ഒക്കെ ആയിരിക്കും അവരുടെ സ്വഭാവം. അവർക്ക് ലാവണ്യ വാക്കുകളില്ല, ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ അറിയില്ല. കാരണം രാഷ്ട്രീയത്തിന്റെ അടിമകളാവര്. മതത്തിന്റെ അല്ലെങ്കിൽ ഭ്രാന്തമൂത്ത് നടക്കുന്നവർ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്കും ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ കഴിയില്ല. കാരണം മതഭ്രാന്ത് എന്ന് പറയുന്ന അവരുടെ ഉള്ളിൽ കയറിയിട്ട് മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്നത്. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികൾക്കും ഒന്നും അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ കഴിയത്തില്ല. ഒരു മദ്യപാനിക്കോ ഒരു മയക്കുമരുന്ന് അടിമയായി ജീവിക്കുന്നവരോ ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ കഴിയില്ല. കാരണം അവരെല്ലാം പാപത്തിനടിമകളാണ്. എന്നിവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി മാറുമ്പോൾ ഹല്ലേലൂയ അവർ വായിന്ന് ലാവണ്യ വാക്കുകൾ പുറപ്പെടാൻ തുടങ്ങും. രക്തക്ഷയം. പ്രൈസ്. അപ്പൊ നഫ്താലി മുമ്പ് ഏതോ അടിമത്തത്തിനായിരുന്നെങ്കിലും യാക്കോബ് നഫ്താലി അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞത്, നീ സ്വതന്ത്രയെ നടക്കുന്ന വേടമാനാണ്, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു എന്നാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഭവനത്തിനായിരുന്നാലും ഹല്ലേലൂയ സഭയിലായിരുന്നാലും ജോലി മേഖലയിലായിരുന്നാലും സമൂഹത്തിലെ നിങ്ങൾ എവിടെ വന്ന് കൂടുന്നോ അവിടെയെല്ലാം നിങ്ങൾ സ്വതന്ത്രരായിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ നാവിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറപ്പെടണം. നിങ്ങളുടെ നാവിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറപ്പെടണമെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന അടിമത്തത്തിൽ നിങ്ങൾ പുറത്തു വരണം. പാരമ്പര്യത്തിന്റെ അടിമത്തം ഹല്ലേലൂയ. അതുപോലെ അന്ധകാലത്തിന്റെ അടിമത്തം, ഇരുളിന്റെ അടിമത്തം, അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരണം. പ്രൈസ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായി ക്രിസ്തു നമ്മെ സ്വതന്ത്രയാക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രമായി ആക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ കഴിയും. ഹല്ലേലൂയ. ലാവണ്യ വാക്കുകൾ നമ്മൾ സംസാരിച്ചിടും. ഇതുപോലെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ദൈവമക്കൾ എപ്പോഴും നമ്മുടെ നാവിൽ ലാവണ്യ വാക്കുകൾ കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കണം. പ്രൈസ്. കഴിഞ്ഞ ഞായറാഴ്ച എന്റെ സഭയിൽ ആരാധന നടക്കുന്ന സമയത്ത് എന്റെ സഭയിൽ ഒരു സഹോദരൻ സാക്ഷി പറഞ്ഞു. പക്ഷെ ഞാനൊരു കച്ചവടം തുടങ്ങി, പക്ഷെ എന്നെ കൊണ്ട് കച്ചവടം ചെയ്യാനൊരു സമ്മതിക്കത്തില്ല. എല്ലാം രാഷ്ട്രീയ കളികളാണ്. എനിക്കും രാഷ്ട്രീയത്തിന്റെ എൻ്റെ അതേ പേരിൽ അവിടെ നിന്ന് ചെയ്യാൻ കഴിയും. കാരണം അവിടെ ചീട്ടില്ലാത്ത അവിടെ അനുവാദമെല്ലാം ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്കിലും ഒരുത്തൻ എന്നോട് ഭയങ്കര ശല്യമാണ്. എന്റെ കച്ചവടം പുരോഗമിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ മനുഷ്യൻ എനിക്ക് ഒരു വലിയ ശല്യമാണ്. എന്റെ കയ്യിൽ നിന്ന് 400 രൂപ വാങ്ങിയിട്ട് തിരിച്ചു തരുന്നില്ല. ഞാൻ അയാളോട് ചോദിക്കാതെ അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തരട്ടെ എന്ന് വെച്ചെന്ന് പറഞ്ഞു. അയാൾ എന്നോട് കടുത്ത ഭാഷകൾ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊന്നും പറഞ്ഞില്ല, മിണ്ടാതൊന്നും. അപ്പൊ അവിടെ നിന്നവരൊക്കെ പറഞ്ഞു, നീ ഒന്നും മിണ്ടണമെന്ന്. കണ്ടോ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമക്കൾക്ക് നേരെ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവദാസന് നേരെ ലോകജനം വളരെ കടുത്ത ഭാഷകൾ സംസാരിച്ചപ്പോൾ വിശ്വാസിയായിരിക്കുന്ന ഈ സഹോദരൻ മൗനമായിട്ട് അവിടെ നിന്നു. വളരെ ലാവണ്യമായിട്ട് ആ സഹോദരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെ തന്നാ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് സ്നേഹിത, നമ്മളെപ്പോഴും ലാവണ്യ വാക്കുകൾ, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് ലാവണ്യ വാക്കുകൾ സംസാരിക്കണം. മക്കൾ അത് കണ്ടു വേണം വളരാൻ. ചില ഭവനങ്ങളിലൊക്കെ അപ്പനും അമ്മയും ഭാര്യ ഭർത്താവോട് സംസാരിക്കുന്ന കേട്ടാൽ കീരിയും പാമ്പും പോരാ. കീരിയും പാമ്പിന് നിങ്ങൾക്ക് അറിയാവുമല്ലോ. ഭാര്യയാണോ ഭർത്താവാണോ, വീട്ടിൽ ഭാര്യയാണോ ഭർത്താവ്, ഭർത്താവാണോ ഭാര്യ എന്നൊക്കെ സംശയിച്ചു പോകുന്ന നിലയിൽ കീരിയും പാമ്പും പോലെ ചില വീട്ടിൽ ചെന്ന ഭാര്യ ഭർത്താക്കന്മാർ. അപ്പനമ്മമാരോട് മക്കൾ കസർത്ത് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാണം കെട്ടു പോകുന്നേ. അപ്പനും അമ്മയോടാണോ ഇതുപോലെ മക്കൾ കസർത്ത് കയറുന്നത്? അങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടം. അതും ചില ദൈവമക്കളുടെ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഭവനത്തിൽ ചെന്നാലും ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുന്നത് കേട്ടാൽ കീരിയും പാമ്പും പോരാ. ഹല്ലേലൂയ. പണ്ട് ഞാൻ വീട്ടിൽ ചെന്നിങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേ ഹല്ലേലൂയ, ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര കലശലായി. വിശ്വാസികളാണ്, കാലങ്ങളായിട്ട് വിശ്വാസികളാണ്. ഒരുപാട് വിശ്വാസത്തെക്കുറിച്ച് പറയാനൊക്കെ ഉണ്ട് അവർക്ക്. അതങ്ങ് ഭയങ്കര പ്രശ്നമായി, വലിയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് എന്ത് തലമുടിക്കുത്ത് കൂട്ടിപ്പിടിച്ച് 6 ഇടി അങ്ങ് വെച്ച് കൊടുത്തു. ഞാനവിടെ ഇരിപ്പുണ്ട്.
എനിക്ക് തടയാൻ പറ്റത്തില്ല. കാരണം ഇവര് ഭാര്യയും ഭർത്താവും കൂടാ. എന്നിട്ട് ഞാൻ എന്നെ കഴിയുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങളിന്ന് അവർ ഉപദേശിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ ആ സഹോദരൻ പിന്മാറി. ഞാൻ പറയുന്നത് കേട്ടോ സഹോദരൻ പിന്മാറി എന്റെ അരികിൽ വന്നിരുന്നു. അപ്പോഴത്തേനും ഭാര്യയുടെ ലാവണ്യ വാക്കുകൾ കൊണ്ട് ഒരു 5-8 കിട്ടുകയും ചെയ്തു. ലേലിയ. അപ്പൊ ഞാൻ എന്നിട്ട് രണ്ടുപേരും മിണ്ടരുത്, രണ്ടുപേരും ശബ്ദിക്കരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ ഇപ്പോൾ പറ്റുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. അന്നേരത്തെ ഈ സഹോദരി എന്റെ കാല് സിമെന്റ് തറയിലിട്ട് ഇടുക്കി ഈ ചിലങ്ക കാലിലിട്ട് പിള്ളേര് താളം കുത്തുന്നത് പോലെ തന്നെ ഈ ഭാര്യയുടെ കാല് ചിലങ്ക ഇട്ടടിക്കുന്നത് പോലെ കാല്. അപ്പം സഹോദരൻ പറഞ്ഞു, കണ്ട വർഷം അവൾ കാണിക്കുന്നുണ്ടോ? അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഈ സഹോദരൻ വീണ്ടും കരി കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും സഹോദരൻ ചെന്ന് ആലോചന കൊടുത്തു. അപ്പൊ എനിക്ക് തോന്നി അവിടെ ഇരുന്ന പന്തികേടാന്ന് തോന്നി. ലേവിയ. കാരണം ഇവരാരും ഒതുങ്ങത്തില്ല. അവസാനം അത് വലിയൊരു കലശലായി മാറി. ലേവി. പുറത്ത് ഭാര്യയുടെ വായിലെ ലാവണ്യ വാക്കുകൾ ഭർത്താവ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭർത്താവിന് കോപം വന്നു. ഭർത്താവ് അല്ലേ അട്ടിച്ചു. അല്ലേ സ്തോത്രം. അതുപോലെ തന്നെ ചില ഭവനത്തിൽ ഭർത്താവിന്റെ വായിലെ ലാവണ്യ വാക്കുകൾക്കും ഭാര്യ ചൂലുകെട്ടുമായിട്ട് ചെന്ന സംഭവം എനിക്കറിയാം. ഭർത്താവിന്റെ വായിലെ ലാവണ്യ വാക്കുകൾ വന്നപ്പം അല്ലേലിയ ഭാര്യ ചൂലുകെട്ടുമായിട്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക. നബ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമായി അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്ന യാക്കോബ് തന്റെ മകനെ കുറിച്ച് അനുഗ്രഹിച്ച് പറയുമ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എപ്പോഴും ലാവണ്യ വാക്കുകൾ സംസാരിക്കണം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അപ്പനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, മക്കൾ അപ്പനമ്മയോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ സഭയിൽ സംസാരിക്കുമ്പോൾ, കൂട്ടുവിശ്വാസികളോട് സംസാരിക്കുമ്പോൾ, സഭയുടെ ഇടയനോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥലത്ത് അധികാരികളോട് സംസാരിക്കുമ്പോൾ, എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ലാവണ്യ വാക്കുകൾ സംസാരിക്കണം. ഇപ്പൊ ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ കഴിയണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ വല്ലേരിയ രോഗിയെ സന്ദർശിച്ചപ്പം വല്ലേരിയ ആ രോഗിയോട് എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു, എന്നെ കൊണ്ടിവിടെ വന്നു, അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ചില കാര്യങ്ങൾ ചോദിച്ചു. ഡോക്ടർ ചെറിയ പെണ്ണ. അത് കാര്യങ്ങൾ ചോദിച്ചു എന്റെ ഹസ്ബൻഡ് അങ്ങ് പെട്ടെന്ന് തിളച്ചു കയറി. പെട്ടെന്ന് പുള്ളിപ്പെട്ട് അങ്ങ് സുഭിതരായി മാറി. ഡോക്ടറോട് മാമി ഭയപ്പെടുന്ന വരുന്നില്ല. കണ്ടോ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാനസാന്തരം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ലാവണ്യ വാക്കുകൾ പറയാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടുവെങ്കിലും സ്നാനപ്പെട്ടുവെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടെന്ന് പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്നുണ്ടെങ്കിലും കടിച്ചാൽ പൊട്ടാത്ത അന്യഭാഷയൊക്കെ പറയുന്നുണ്ടെങ്കിലും സഭയുടെ ശുശ്രൂഷയ്ക്ക് മുൻപിലാണെങ്കിലും പ്രവചനപരമൊക്കെ ഉണ്ടെങ്കിലും അല്ലേലിയ സഭയ്ക്ക് ദശാംശം കൊടുക്കുന്നെങ്കിലും സഭയുടെ കാര്യാദികളൊക്കെ നന്നായിട്ട് ഭംഗിയായി നടത്തുന്ന വ്യക്തിയാണെങ്കിലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ലാവണ്യ വാക്കുകൾ പറയാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവന്റെ വാക്കുകളായിരിക്കും ലാവണ്യമായ വാക്കുകൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിലെ ലാവണ്യ വാക്കുകൾ കേട്ട് ആലയത്തിൽ ഉണ്ടായിരുന്നവരും ആശ്ചര്യപ്പെട്ടു എന്നാണ് നമ്മൾ ലൂക്കോസ് 4:22 വായിക്കുന്നത്. അതേ സ്നേഹിത, എവിടെയും നമ്മുടെ വാക്കുകളാണ് മറ്റുള്ളവർക്ക് ആ കേൾക്കുന്നത് വിലയിരുത്തുന്നത്. വാക്കുപരികെ ലംഘനം ഉണ്ടാകുമെന്ന് വചനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ വാക്കുകൊണ്ട് വേറെ ആരെയും നിങ്ങൾ കുത്തി നോവിക്കരുത്. അല്ലേലിയ. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടണം. രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലാണെന്ന് പറയുന്ന നിൽക്കുന്ന ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമാണ്. ദൈവസഭയിൽ പോകുന്നു. എത്ര വലിയ ഉന്നതമായ ചർച്ച, പേര് പ്രശസ്തിയൊക്കെ ഉള്ള ചർച്ചാണെന്ന് പറഞ്ഞാലും നീ രക്ഷിക്കപ്പെട്ട് വിട്ടെങ്കിൽ നീ മാനസാന്തരപ്പെടണം. ഇന്ന് പല വിശ്വാസികളും രക്ഷിക്കപ്പെട്ടവരാണ്, സഭയിലുണ്ടെങ്കിലും മാനസാന്തരപ്പെടാത്തവരാണ്. മാനസാന്തരപ്പെടാത്തവനാണ് സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്, കമ്മിറ്റി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പിരിവുണ്ടാക്കുന്നത്, കസേരയെടുക്കുന്നത്, ചീത്ത പറയുന്നതൊക്കെ മാനസാന്തരപ്പെടാത്തത്. പുറമേ നോക്കുമ്പോൾ വിശ്വാസിയുടെ വേഷഭൂഷാദികളൊക്കെ കാണും. വേഷഭൂഷാദികൾ കൊണ്ടൊന്നും നീ വിശുദ്ധനാകുന്നില്ല. വെള്ള ധരിച്ചത് കൊണ്ടോ, ക്ലീൻ ഷേപ്പ് ചെയ്തത് കൊണ്ടോ, അല്ലിയ തലതാഴ്ത്തി നടന്നത് കൊണ്ടോ ഒന്നും നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുന്നില്ല. മാനസാന്തരം എപ്പോൾ ഉള്ളിൽ വരുന്നോ അപ്പോഴാണ് നമ്മുടെ നാവിലെ വാക്കുകളൊക്കെ ലാവണ്യമായി മാറുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറുന്നു.
അല്ലേലിയ. നമ്മുടെ വാക്കുകൊണ്ട് ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്, മുറിവേൽപ്പിക്കരുത്. നമ്മുടെ കയ്യിൽ ആയുധമില്ലെങ്കിലും നമ്മുടെ കയ്യിലെ ആയുധത്തെക്കാൾ മൂർച്ചയേറിയതാണ് നമ്മുടെ വായിലെ നാക്കെന്നൊക്കെ പറയുന്നത്. അല്ലേലിയ, അല്ലേലിയ. ചെറിയ തീ വലിയ കാട് കത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ നാവ് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കും പറയോ. പ്രൈസലോ. നമ്മുടെ നാവാണ് പ്രശ്നം. പ്രൈസലോ. നമ്മുടെ സഹോദരന്മാര് നമ്മുടെ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ചിന്തിച്ചിരിക്കും. കൂട്ടം കൂടി നിന്ന് മെനക്കെട്ട് നടന്ന് ആ സഹോദരിമാരുടെ അയൽവാസികളും ബന്ധുക്കളിലും ബന്ധുമിത്രാദികളൊക്കെ കുറ്റം പറഞ്ഞ് നടക്കുന്ന അനവധി ആളുകളുണ്ട്. പ്രൈസലോ. വീട് തോറും മെനക്കെട്ട് നടക്കുന്നവര് അവരിപ്പോഴും അല്ലെങ്കിൽ കോപം അമേര അല്ലെങ്കിൽ അതുപോലെയുള്ള വാക്കുകൾ അവർ പറയുള്ളൂ. അവർക്കൊന്നും ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് കൊലോസ് ലേഖനം 4:6 വായിക്കുന്നുണ്ട്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് എല്ലാം കൊണ്ടും എടുത്തു പറയത്തക്ക സവിശേഷ സ്വഭാവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. താൻ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ദമസ്കോസ് പടിക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു പൗലോസിനെ സന്ദർശിച്ച് പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ വാക്കുകളെല്ലാം ലാവണ്യ വാക്കുകളായിരുന്നു. അതുകൊണ്ടാണ് കൊലോസ്യ സഭയ്ക്ക് അല്ലെങ്കിൽ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അതേ പ്രിയ സ്നേഹിത, നമ്മുടെ വാക്കുകൾ രുചി പകരുന്നതായിരിക്കണം. കറിക്ക് ഉപ്പില്ലെങ്കിൽ ആ കറി കൊണ്ട് യാതൊരു പ്രയോജനമില്ല. കറിയുടെ രുചി എന്ന് പറഞ്ഞാൽ ഉപ്പ് ചേർക്കുമ്പോഴാണ്. ഉപ്പില്ലാത്ത കറിക്ക് രുചിയില്ല, അത് കൂട്ടാൻ കൊള്ളില്ല. അപ്പോൾ അത് ഉപ്പ് ചേർക്കുമ്പോഴാണ് അത് രുചിയായി മാറുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വാക്കുകൾ രുചികരമായിരിക്കണം. അല്ലേ? അപ്പൊ യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവന് മാത്രമേ ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ പറ്റുള്ളൂ. യഹോവ നല്ലവരെന്ന് രുചിച്ചറിഞ്ഞവന് മാത്രമേ, യഹോവ നല്ലവൻ രുചിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ടവന് മാത്രമേ, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവർക്കും മാത്രമേ ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ സഭയുടെ ഉന്നതാധികാര സ്ഥാനത്തിരിക്കുന്ന വലിയ ആളായിരിക്കും, തലപ്പത്തിരിക്കുന്ന ആളായിരിക്കാം. സഭയുടെ ചുമതല മുഴുവൻ ഒരുപക്ഷെ നിങ്ങളായിരിക്കും ചെയ്യുന്നത്. നിങ്ങളായിരിക്കാം പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ നേതാവ്. പക്ഷെ നിങ്ങൾ എത്ര വലിയ നേതാവായിരുന്നാലും നിങ്ങൾക്ക് മാനസാന്തരമില്ലെങ്കിൽ നിങ്ങളുടെ അരികിൽ വരുന്ന സഹവിശ്വാസികളോട് നിങ്ങൾക്ക് ലാവണ്യമായിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള 100 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാനുണ്ട്. ആരുടെ പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. അല്ലേ? ഇപ്പം മതപരമായി നോക്കിയാലും സാമൂഹ്യപരമായി നോക്കിയാലും സാംസ്കാരികപരമായി നോക്കിയാലും രാഷ്ട്രപരമായി നോക്കിയാലും ഏത് മേഖലയിൽ നോക്കിയാലും മനുഷ്യൻ കരുതുള്ളി നിൽക്കുക. ലാവണ്യ വാക്കുകൾ പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് യാക്കോബിന്റെ മക്കളെല്ലാം യാക്കോബിന്റെ അനുഗ്രഹത്തിൽ സന്തുഷ്ടരല്ലാതെ നിൽക്കുമ്പോൾ അല്ലേ നഫ്താലി മാത്രം തരം സന്തോഷത്തിലാണ് അപ്പന്റെ അനുഗ്രഹം വാങ്ങിയെടുക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മക്കളോടൊക്കെ ഞാൻ പറയട്ടെ, യുവതലമുറയോട് പറയട്ടെ, അപ്പനമ്മമാരെ വേദനിപ്പിച്ചിട്ട് പോകരുത് കേട്ടോ. അപ്പനമ്മമാരെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തിയിട്ട് പോകരുത്. 10ഉം 18ഉം വയസ്സ് വരെ പോറ്റി വളർത്തിയ അപ്പനമ്മമാരുണ്ടല്ലോ. നിനക്ക് ജന്മം തന്ന പിതാവിനെ, നിന്നെ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവന്ന പിതാവിനെ, നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അറിഞ്ഞ് നിന്നെ തീറ്റി പൂറ്റി പുലർത്തി നിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി നിനക്ക് +2 വരെ വിദ്യാഭ്യാസം തന്ന ഒരു 17 വയസ്സൊക്കെ ആയി അല്ലേ? പിന്നെ ഒരു 18 വയസ്സിലേക്കൊക്കെ ആകുമ്പോൾ അപ്പനമ്മമാരെ വെറുത്ത മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോകുന്നവർ, അപ്പനമ്മമാരെ നിന്ദിക്കുന്നവർ ഓർത്തോണ ശാപത്തും കീഴില്ല. ഒരിക്കലും ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, പാസ് എനിക്കൊരു 18 വയസ്സായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു എൻ്റെ ഏരിയ. അപ്പൊ ഞാനോട് എന്തടി 18 വയസ്സാകുമ്പോൾ നീ കാണിക്കാൻ പോകുന്നേ? പാസ് ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. അവള് പറഞ്ഞ പോലെ തന്നെ ചെയ്തു. 18 വയസ്സ് വരെ നോക്കിയത്. 18 വയസ്സായി കഴിയുമ്പോൾ എന്ത് ചെയ്തു? അവളുടെ കാര്യം നോക്കിപ്പോയി. ഓർത്ത് നോക്കി, അപ്പനമ്മമാരെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന മക്കൾ അല്ലേരിയ, മാതാപിതാക്കൾ അല്ലേരിയ, പരസ്പര സ്നേഹമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ എത്ര ശാപത്തിന് കീഴിലാണ് അല്ലേരിയ. അവിടെ നിന്ന് സമാധാനം ഉണ്ടാകത്തില്ലെന്നേ. ഈ നഫ്താലി എന്ന പദത്തിന് മല്ലയുദ്ധം അല്ലേരിയ,
ആമ എന്ന അർത്ഥം. നഫ്താലി എന്ന വാക്കിന്റെ അർത്ഥം മല്ലയുദ്ധം. ഹല്ലേലൂയ. നഫ്താലി യാക്കോബിന്റെ 6ാമത്തെ മകൻ. ഹല്ലേലൂയ. ബിൽഹയുടെ 2ാമത്തെ മകൻ. നഫ്താലി യാക്കോബിന്റെ 6ാമത്തെ മകനാണ്. യാക്കോബിന്റെ ഭാര്യമായ ബിൽഹയുടെ 2ാമത്തെ മകനാണ്. യാക്കോബ് മിസ്രൈമിലേക്ക് പോയപ്പോൾ നഫ്താലിയും തന്റെ കുടുംബത്തോടും തന്റെ 4 പുത്രന്മാരോടും കൂടി പോയി. ഹല്ലേലൂയ. യാക്കോബ് മിസ്രൈമിലേക്ക് പോകുമ്പോൾ നഫ്താലിയും തന്റെ കുടുംബത്തോടു കൂടെ തന്റെ 4 പുത്രന്മാരുടെ കൂടെയാണ് പോയത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അവർ മോചിച്ച് കാനാനിലേക്ക് പുറപ്പെടുമ്പോൾ ഈ നഫ്താലി വലിയ കൂട്ടമായി മാറി. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോയത് ആവേശവും നഫ്താലിയും ഹല്ലേലൂയ തന്റെ ഭാര്യയും അല്ലെങ്കിൽ 4 പുത്രന്മാരും കൂടെ ചെറിയ കൂട്ടമായിട്ട് മിസ്രൈമിലേക്ക് പോയെങ്കിലും മടങ്ങി വരവ് വലിയൊരു കൂട്ടമായി മാറി. അവർ മടങ്ങി വരവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് സംഖ്യാപുസ്തകം 1-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യം പറയുന്നത്. നഫ്താലി ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. ചുരുക്കം ആളുകളായിട്ട് പോയെങ്കിലും അപ്പന്റെ അനുഗ്രഹം വാങ്ങി അപ്പനോടൊപ്പം മിസ്രൈമിലേക്ക് പോയിച്ച് മടങ്ങി വന്നപ്പം ഹല്ലേലൂയ 53,400 പേരായിട്ടാണ് മടങ്ങി വരുന്നത്. കുടുംബത്തെ അങ്ങ് വർദ്ധിപ്പിച്ചു ദൈവം. മക്കളെ വർദ്ധിപ്പിച്ചു. തലമുറയായി വർദ്ധിപ്പിച്ചു. കണ്ടോ, 53,400 പേരുമായിട്ട് നഫ്താലി ഗോത്രം ഉയർന്നു നിൽക്കുകയാണ്. കാരണം എന്താണ്? അവന്റെ വായിലെ വാക്കുകൾ ലാവണ്യമുള്ളതായിരുന്നു. അപ്പനോട് ചേർന്ന് നിന്നവൻ. അപ്പന്റെ അനുഗ്രഹങ്ങളൊക്കെ നഫ്താലിക്ക് ഉണ്ടായിരുന്നെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, ദൈവം നിന്നെ പെരുപ്പത്തിൽ വലിയവനാക്കി മാറ്റുന്നു. നിന്റെ കുടുംബത്തിൽ പോലും ഹല്ലേലൂയ സ്തോത്രം മക്കൾ വർദ്ധിക്കണമെങ്കിൽ നിന്റെ വായിലെ വാക്കുകളൊക്കെ ലാവണ്യമുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നും അല്ലെങ്കിൽ പലരും അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് യാതൊരുവിധ ഉയർച്ചയില്ലാതെ ഒരു പരിഹാരമില്ലാതെ കുടുംബജീവിതത്തിനകത്ത് കണ്ണുനീരോടുകൂടി കടന്നു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർ, മക്കളില്ലാതെ പുത്രന്മാരില്ലാതെ സന്തതികളില്ലാതെ ഭാരപ്പെടുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അവരോട് ഇന്ന് പകൽ ഞാൻ പറയുന്ന ഒരു ദൂത്, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ നഫ്താലിയെ പോലെ ലാവണ്യ വാക്കുകൾ സംസാരിക്കണം. മറ്റുള്ളവരുടെ സ്നേഹത്തിലൊന്ന് ഇടപെടണം. ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ നിന്റെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകണം. ആരോട് നേരെ നീ കടിച്ചു കീറുന്നവനായി മാറരുത്. അങ്ങനെ നിന്റെ ജീവിതത്തിന്റെ സ്വഭാവം കാണുമ്പോൾ, നിന്റെ ജീവിത ശൈലി കാണുമ്പോൾ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഹന്നെ അനുഗ്രഹിച്ച പോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹന്നയ്ക്ക് മക്കളില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവൾ ഒരുപാട് നിന്ദകൾ, അപമാനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുക. അവൾ പ്രതിയോഗിയായിരിക്കുന്ന പെനീന അവളെ ദിനത്തോറും മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക. എങ്കിലും ഹന്നയെ സംബന്ധിച്ചിടത്തോളം അവൾ അതിന് എതിര് പറയാതെ, എതിര് നിൽക്കാതെ, അതിന് ചെറുത്തു നിൽക്കാതെ അവളുടെ വായിലെ ലാവണ്യ വാക്കുകളോടെ അവർ ദൈവത്തിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. ഹന്ന ലാവണ്യ വാക്കുകളോടുകൂടി ഇരുന്ന് ദൈവത്തിന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? യഹോവ അവളെ ഓർത്തു വന്ന. അവള് ഗർഭം ദൈവം തുറന്നു. അവൾക്ക് ദൈവം ഒരു മകനെ കൊടുത്തു. അവന് ശമൂവേൽ എന്ന് പേരിട്ടു. അവന് മുലകൂടി മാറിയപ്പോൾ അവനെ കൊണ്ട് ആലയത്തിൽ നിവേദിച്ചു എന്നാ. പിന്നീട് ഹന്നയ്ക്ക് ദൈവം 5 മക്കളെ കൂടെ കൊടുത്തു. കണ്ട വർധനവ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ താഴ്മയോടുകൂടി നിൽക്കുമ്പോഴാണ് ദൈവം നമ്മയും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത്. നിന്നെയൊന്ന് താഴ്ത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ, നിന്നെയൊന്ന് ദൈവത്തിന് താഴ്ത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ ദൈവം നിന്നെ ഉയർത്തുവന്നേ. ശത്രു നിൽക്കുമ്പോഴും, ശത്രു എത്ര പ്രബലനായി നിൽക്കുമ്പോഴും, നിന്റെ പ്രതിയോഗി എത്ര വലുതാന്ന് പറയുന്നത് നിന്റെ നിന്റെ കുടുംബജീവിതത്തെ താറുമാറാക്കുന്ന വിധത്തിലൂടെ സംസാരിച്ചാലും നിന്റെ വായിലെ ലാവണ്യ വാക്കുകൾ ഹല്ലേലൂയ അത് നിനക്ക് അനുഗ്രഹമാണ്. നിന്നോട് ചേർത്ത് നിൽക്കുന്നവരോട് നീ ചേർത്ത് നിൽക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. ഞാനിത് പറയുമ്പോൾ അനവധി ആളുകൾ എനിക്ക് നേരെ നിന്ന് അപമാനങ്ങളും പരിഹാസങ്ങളും വെറും മോശമായ രീതിയിൽ പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ നേരെ നോക്കി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒളിഞ്ഞും പതിഞ്ഞുമൊക്കെ സംസാരിച്ച് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ആദ്യകാലത്തൊക്കെ ഹല്ലേലൂയ ഞാൻ എതിരൊക്കെ പറഞ്ഞെങ്കിൽ പിന്നീട് ദൈവാത്മാവിനോട് പറഞ്ഞു അതിനെതിരെ പ്രതികരിക്കണ്ട.
മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവസന്നിധി മൗനമായിരുന്ന ലാവണ്യ വാക്കുകൾ പോലെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നത്തേത് ഞാനൊക്കെ മറുപടി കാണാൻ തുടങ്ങി. അത് ദൈവം നിന്റെ ശത്രുവിനെ പോലും നിനക്ക് കീഴാക്കി തരും. രക്തം ചെയ്യാൻ ലേരിയ നമ്മുടെ വാക്കുകൾ ഇപ്പം ലാവണ്യ വാക്കുകളായിരിക്കണം. ഇപ്പം ദൈവം നിങ്ങളെയും നിങ്ങളുടെ എല്ലാ അടിമത്തത്തിൽ നിന്നും ദൈവം വിടുവിച്ച് നിങ്ങളെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളെയും നിങ്ങൾ കടന്നു പോകുന്ന അടിമത്തത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് നിങ്ങൾക്ക് വലിയൊരു വർധനവ് തരാൻ ദൈവം ആഗ്രഹിക്കുക. തഴച്ചു വളരുന്ന വൃക്ഷമായി നിങ്ങളെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുക. നഫ്താലി മുമ്പ് ഏതോ അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തത്തിൽ അവനെ ദൈവം വിടുവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സ്വതന്ത്രയെ നടക്കുന്ന വേടമാനായി. അവന്റെ വായിലെ ലാവണ്യ വാക്കുകളും ഇത് മുഖാന്തരം അവൻ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ 53,400 പേരായെങ്കിൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നിങ്ങളെയും അടിമത്തത്തിൽ ദൈവം വിടുവിച്ചിട്ട് നിന്നെ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു ഇരമാടാത്തതുമായ വൃക്ഷം പോലെ ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസറോല്ലിയ. അപ്പൊ നിന്നെ ദൈവം വളർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ വളർത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ശാശ്വതമായി വളരാൻ കഴിയത്തില്ല. പ്രൈസറോ. അതുകൊണ്ടാണ് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. അല്ലേലൂയ. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ വിഷയം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലേലൂയ അതിന്റെ 32-ാമത്തെ വാക്യം വായിക്കുന്നത്. അല്ലേലൂയ 31 തൊട്ട് വായിക്കാം. തന്നിൽ വിശ്വസിച്ച് യഹൂദന്മാരുടെ യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരെ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ സത്യം നിങ്ങൾ അറിയണം. സത്യം അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ അടിമത്തത്തിൽ നിൽക്കുന്നത്. പലർക്കും പാരമ്പര്യമാണ് ഉയർത്താനുള്ളത്. അവരുടെ കഴിഞ്ഞകാല സംഭവങ്ങളാണ് ഉയർത്താനുള്ളത്. അവർ ചെയ്തതും പറഞ്ഞതും അവർ നടന്നതും ജീവിച്ചമായ കാര്യങ്ങളാണ് പറയാനുള്ളത്. സത്യം അറിയാൻ ആർക്കും താല്പര്യമില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രശ്നം യേശു ശിഷ്യന്മാരോട് പറയുക, യഹൂദന്മാരോട് സംസാരിക്കുന്നത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന്. അല്ലേരിയ. അപ്പൊ നമ്മൾ സത്യം അറിയണം. അല്ലേരിയ. അപ്പൊ ഈ യോഹന്നാൻ വിഷയം 8-ാം അധ്യായം 36-ാം വാക്യം വായിക്കുകയാണത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ സ്വതന്ത്രരായി മാറണം. സ്വാതന്ത്ര്യം പ്രാപിക്കണം. അല്ലേരിയ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലോകം തന്ന സ്വാതന്ത്ര്യമല്ല. ലോകം നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് നിൽക്കുവാനല്ല പറയാം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം സ്വതന്ത്രരായി മാറണം. സത്യം അറിയണം. യേശു ദൈവമാണ്. യേശു പിതാവാണ്. യേശു സൃഷ്ടാവാണ്. യേശു സകലത്തിന്റെ ഉറവിടമാണ്. യേശുവാണ് സകലത്തിന്റെ അധികാരി, പരമാധികാരി. മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി മാറിയവൻ, രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ, പാപമോചനം നൽകുന്നവൻ, ജനത്തെ ശുദ്ധീകരിക്കുന്നവൻ, മധ്യാകാശത്തിൽ വരുന്നവൻ, തന്റെ സഭയെ ചേർക്കുന്നവൻ. അല്ലേരിയ. സകല വിഷയത്തിനും പരിഹാരകൻ എല്ലാം യേശു ക്രിസ്തു മാത്രമാണെന്നുള്ള സത്യം നാം അറിയുമ്പോഴാണ് നാം സ്വതന്ത്രനായി മാറുന്നത്. അങ്ങനെ നാം സത്യം അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രന്മാരാകുമെന്ന് പറഞ്ഞ പോലെ മുമ്പ് നിങ്ങൾ കടന്നുപോയ സകല പാപത്തിന്റെ അടിമത്തിൽ നിങ്ങൾ ദൈവസനിലേക്ക് ദൈവം നിങ്ങളെ വേർതിരിച്ച് ദൈവസനിലേക്ക് കൊണ്ടുവരുമെന്ന്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നീ മദ്യത്തിന് അടിമയാണോ? പാൻമത്സരാലുകൾക്ക് അടിമയാണോ? സിനിമ, റിയാലിറ്റി ഷോ, സീരിയലുകൾക്ക് നീ അടിമയാണോ? അശ്ലീലമായ കാഴ്ചകൾക്കും അശ്ലീലമായ ചിത്രങ്ങൾക്കും നീ അടിമയാണെങ്കിൽ ഇന്ന പോലെ നീ പുറത്തു വരണം. ലേരിയ. നമ്മുടെ പല യുവാക്കന്മാർ, പല കുട്ടികളും പാപത്തിനടിമകളാണ്. പാപ സ്വഭാവങ്ങൾക്ക് അടിമകളാണ്. വീടുകൾ തോറും കയറി ചെന്ന് കഴിഞ്ഞാൽ മക്കളും ഭാര്യയും അപ്പനും അമ്മയിലെ ടിവിയുടെ മുമ്പിൽ അടിമയായിട്ടിരിക്കുക. അല്ലേ? അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവസേവയുടെ ഭാഗമായി നിൽക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന അനവധി ആളുകളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ടിവിയുടെ മുമ്പിലിരുന്ന് ടിവിയിലെ കോമാളി വേഷം കണ്ട് ചിരിച്ച് കളിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ടിവിയിലെ അശ്ലീലമായ കാര്യങ്ങൾക്ക് അടിമത്തത്തിലായിരിക്കുന്നവർ റിമോട്ട് കൈ പിടിച്ചുകൊണ്ടിരുന്ന് ഇരിക്കും എന്ന് പറഞ്ഞാൽ പാസ്റ്റർ കയറി ചെന്നാൽ പെട്ടെന്ന് ടി വി ഓഫാക്കിയിട്ട് എഴുന്നേറ്റ് നിന്ന് പച്ച പാവായിട്ട് നിൽക്കണമെന്ന് അങ്ങനെയുള്ള ഒരുപാട് വീട് കാണാൻ കഴിയും. അല്ലേ?
നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ടി വിയിലൂടെ വരുന്ന ഈ വെറിക്കൂത്തുകൾ, അല്ലെങ്കിൽ സിനിമ പോലെയുള്ള അതിനകത്ത് വരുന്ന അക്രമങ്ങൾ, അരാജകത്വങ്ങൾ, വ്യഭിചാരങ്ങൾ, തല്ല്, കുത്ത്, വെട്ട്, രക്തച്ചൊരിച്ചില്, മോഷണം, പിടിച്ചുപറി, പോലീസുകൾ വെല്ലുവിളി, പോലീസിനെ അട്ടി, പോലീസിന് വിലയില്ലാതാക്കുക, നിയമത്തെ കയ്യിലെടുക്കുക, ഇതെല്ലാം അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഇരുന്ന് കണ്ട് സന്തോഷിച്ച് അതുപോലെ അനകത്ത് ഇല്ല ജട്ടികമായ ജീവിതം, പ്രേമവും മരം ചുറ്റിപ്രേമവും വല്ലരിയ എന്ന് വേണ്ട സകല അശുദ്ധമായതും കണ്ട് പാപത്തിന് അധീനരായിരിക്കുന്ന ദൈവമക്കൾ വരെ മാനസാന്തരപ്പെടണമെന്ന്. അവര് സഭയിലുണ്ടാകും. അവര് ഞായറാഴ്ചയൊക്കെ സഭയിൽ വരും, വെള്ളിയാഴ്ച സഭയിൽ വരും. വീട്ടിൽ ചെന്ന ടിവിയുടെ മുമ്പിൽ, സഭയിൽ വരുമ്പോൾ മാത്രം ദൈവമുമ്പാകെ, വീട്ടിൽ ഇരിക്കുമ്പോൾ ടിവിയുടെ മുമ്പാകെ പാപത്തിനടിമ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്താൽ പിന്നെ നീ പാപത്തിന്റെ മുമ്പിൽ പോയിരിക്കരുത്, ടിവിയുടെ മുമ്പിൽ പോയിരിക്കരുത്, ടിവിയുടെ മുമ്പിൽ നീ അടിമയായി മാറരുത്. കോമാളി വേഷങ്ങൾ കണ്ട് നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ നമ്മുടെ കെ.വി. ഗണേഷ് കുമാർ മന്ത്രിയൊക്കെ പറയാതെ കേട്ടു, സിനിമയിലെ അല്ലേടിയ കുലപാതകൻ രക്തച്ചൊരിച്ചിലൊക്കെ നിർത്തണം, അത് നമ്മുടെ തലമുറയെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ചിലരൊക്കെ എന്ന് പറയുന്നത് നല്ലതാ. ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം സംവിധായകന്മാരും പ്രൊഡ്യൂസർമാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സിനിമയ്ക്ക് ആള് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളും അരാജകത്വങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, സകല ജനത്തെയും ആമി വശീകരിച്ച് അങ്ങനെയുള്ള മനുഷ്യ പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുക. എന്നെ കേൾക്കുന്ന വേർപെട്ട ജനത്തോട് പറയട്ടെ, നീ പാപത്തിന്റെ ദാസനായി ജീവിക്കരുത്, പാപത്തിന്റെ അടിമയായി ജീവിക്കരുത്, അശുദ്ധിയുടെ അടിമയായി ജീവിക്കരുത്, പുകവലിയുടെയും മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെ അടിമയായി ജീവിക്കരുത്, ഇവിടുത്തെ ബാറുകാരുടെ അടിമയാകരുത്, നീ ഇവിടുത്തെ കള്ളുഷാപ്പുകാരുടെ അടിമയായി നീ മാറരുത്, ഇവിടുത്തെ ബീവറേജുകാരുടെ അടിമയായി മാറരുത്, ചീട്ടുകളി സംഘത്തിന് ചെല്ലരുത്, ചൂതാട്ട കേന്ദ്രങ്ങളിൽ ചെല്ലരുത്, സാത്താന്റെ അടിമയായി മാറരുത്, വ്യഭിചാരത്തിന് നീ പിടിക്കപ്പെടരുത്, വ്യഭിചാരത്തിന് അടിമയാകരുത്, അല്ലെങ്കിൽ നീ പാൻമസാലകൾക്ക് അടിമയാകരുത്, പുകവലിക്ക് നീ അടിമയാകരുത്, വെറ്റിലമുറുക്ക് നീ അടിമയാകരുത്. അല്ലേലിയ നിസ്സാരം പറഞ്ഞാൽ ഒരു തുളസിപ്പാക്ക്, ഒരു ബബിൾ ഗം പോലും നീ തിന്ന് നിന്റെ നാവിനെ നീ അശുദ്ധമാക്കരുത്. ചിലക്ക് ചൂയും ഒക്കെ തിന്ന് ചവച്ചതൊക്കെ റോഡിൽ നിന്ന് കാണത്തില്ലേ, അതിനടിമയാ. നീ ഏതിനൊരു തോൽക്കുന്നോ അതിന് നീ അടിമയായി മാറും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നഫ്താലി അല്ലെങ്കിൽ സ്വതന്ത്രയായി നടക്കുന്ന വേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു പറഞ്ഞാൽ അപ്പന്റെ അനുഗ്രഹം പ്രാപിച്ച് നീ എന്ത് ചെയ്യണം, ലാവണ്യ വാക്കുകൾ സംസാരിക്കണം. ആശ്ചര്യമായി ഭൂമിയിലായിരുന്നാലും ആത്മീയമായി ധ്യാനം നിങ്ങൾ നോക്കിയാലും കർത്താവായ യേശുക്രിസ്തുവിനുള്ള അനുഗ്രഹം പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്വതന്ത്രമായി നടക്കുന്ന വേടമാനെ പോലെ, ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്ന നഫ്താലിയെ പോലെ നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിച്ചു കൊണ്ടുവരണം. രക്തജയം. പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുക, ചിഹ്നഭിന്നമായി കൊണ്ടിരിക്കുക. പല കുടുംബങ്ങൾക്ക് സ്വസ്ഥതയില്ല, പല കുടുംബങ്ങൾക്കകത്തും അല്ലെ ആമി കലശല, അല്ലേലിയ പണ്ടത്തേതും പഴയതും പുതിയതുമെല്ലാം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി, കലഹമുണ്ടാക്കി, അമ്മ സമാധാനമില്ല. വീട് സ്വർഗമാകേണ്ട സ്ഥാനത്ത് വീട് നരകമായിട്ട് മാറുക. ഇന്ന് പല ഭവനങ്ങളുടെ അവസ്ഥ എന്തോ, വീട് ഭവനങ്ങൾ നരക സമ്മാനമാണ്, നരകത്തിന് തുല്യമാണ്. പല ഭവനങ്ങളും നരകമാണ്. അല്ലേറിയ നിന്റെ കുടുംബം സ്വർഗമായി മാറണം യേശു ആഗ്രഹിക്കുന്നത്. നിന്റെ കുടുംബത്തിനകത്ത് നീയും മക്കളും എല്ലാം കൂടെ ലാവണ്യ വാക്കുകൾ സംസാരിക്കണമെന്നാണ്. പാപത്തിന്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ടു പോകരുത്, പാപത്തിൽ ചൂഷണത്തിൽ നീ വീഴരുത്, മനുഷ്യനെ ചൂഷണം ചെയ്തതിനെ വശീകരിച്ചുകൊണ്ട് പോകരുത്. അല്ലേലിയ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. അല്ലേലിയ സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അറിയും ഇവർ കർത്താവ് ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു. അല്ലേലിയ കൊരിന്ത്യർ ലേഖനം വായിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അല്ലേലിയ 2 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം ആരും നമ്മുടെ കർത്താവാരാണ്, ആത്മാവ്. അമ്മ കർത്താവ് ആത്മാവുന്നു, അമ്മ കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത്, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാതന്ത്ര്യം വരും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ലേരിയ നമ്മൾ പാപത്തിന്റെ അടിമയായി ജീവിക്കുമ്പോൾ, പാപത്തിന്റെ ദാസ്യത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിനകത്ത് സമാധാനമില്ല, സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് ചില കുടുംബങ്ങളെയൊക്കെ നോക്കിയിട്ട് അതൊരു പ്രേതാലയമാണെന്ന് പറയുന്നത്. ലേരിയ നമ്മളൊക്കെ പലരും ശ്രദ്ധിക്കും, പല ആളുകളും സംസാരിക്കും, പണ്ടുമുണ്ട് എന്റെ പാസ്റ്റർ വീട് ഒരു പ്രേതാലയം പോലെയാണ്.
ലഹരിയ. നിങ്ങളുടെ വീട് ഒരു പ്രേതാലയം പോലെയാണെന്ന് ലോകം പറയണമെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് സാത്താൻ വ്യാപരിക്കുന്നു, സാത്താൻ ശക്തിയിൽ വ്യാപരിക്കുന്നു. നിന്റെ കുടുംബത്തെ ഒരു പ്രേതാലയമാക്കി മാറ്റുവാൻ പിശാച് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ പോലെ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് സ്വതന്ത്രയായി നടക്കുന്ന വേടമാനെ പോലെ നീ ലാവണ്യ വാക്കുകൾ സംസാരിച്ച് നീ ദൈവസനെ നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങിവ. നിങ്ങൾ സ്വതന്ത്രയായ ഒരു സ്വതന്ത്രയായ ഒരു മാൻപേടെ ആമി പോലെ നിങ്ങളാകണം. കർത്താവിനെ സ്തുതിക്കുന്ന ലാവണ്യമുള്ള വാക്കുകൾ നിങ്ങളുടെ നാവിലുണ്ടായിരിക്കണം. നിങ്ങളുടെ വായിൽ ലാവണ്യമുള്ള വാക്കുകൾ ഉണ്ടായിരിക്കണം. ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അവൻ നിങ്ങൾ സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. അടിമത്തത്തിൽ ഇരുന്ന് മോചിക്കപ്പെട്ടവന് മാത്രമേ ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ കഴിയുള്ളൂ. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവന് മാത്രമേ ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ദാവീദ് പറഞ്ഞു നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. സ്തോത്രം. സ്തോത്രം. 2 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാവീദിന്റെ വാക്യങ്ങളാകും ഇത്. ഇശ്ശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു, അനൗഠ്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷക്തൻ, ഇസ്രായേലിന്റെ മധുരഗായകൻ തന്നെ. അതുകൊണ്ട് യാക്കോബിന്റെ അന്ത്യകാല സമയങ്ങളിൽ യാക്കോബ് എന്ത് ചെയ്യുന്നു? ദൈവസനയിൽ ഇരുന്നുകൊണ്ട് മുമ്പ് താനായിരുന്ന പാപത്തിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്നും അതിന്റെ അടിമത്തിൽ നിന്നും പുറത്തു വന്നവൻ യാക്കോബ് വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ, ഇസ്രായേലിന്റെ മധുരഗായകനായിരിക്കുന്ന ദാവീദിന്റെ വായിൽ നിന്ന് ദാവീദ് പറയുന്ന ലാവണ്യ വാക്കുകളാണ് ഹല്ലേലൂയ തുറന്ന് കാണുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം താഴോട്ട് വായിച്ചാൽ ഹല്ലേലൂയ. അത് നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് പ്രസാദകരമായ പ്രയോജനകരമായ വാക്കുകൾ സംസാരിക്കണം. നിന്റെ കൂട്ടുകാരനെ കുറിച്ച് നീ ഏഷണി പറയരുത്. നിന്റെ കൂട്ടുകാരനെ കുറിച്ച്, നിന്റെ കൂട്ടുവിശ്വാസിയെ കുറിച്ച്, നിന്റെ അയൽവാസിയെ കുറിച്ച് നീ ഏഷണി പറഞ്ഞ് നടക്കരുത്. എനിക്കറിയാം ചില കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നു, അടുത്ത അയൽ കുടുംബങ്ങളിലെ വിവരങ്ങൾ തലയിട്ട് എത്തി നോക്കുന്നേ. അടുത്ത വീട്ടിലെ വിഷയങ്ങൾ തലയിട്ട് എത്തി നോക്കുക. ഒളിഞ്ഞും പതിഞ്ഞും വന്നിട്ട് നോക്കിയിട്ട് അവിടുത്തെ വിഷയങ്ങൾ ശേഖരിച്ചിട്ട് നാട് നിങ്ങളെ പറഞ്ഞു നടക്കുന്ന ചില മെനക്കെട്ട് നടക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്, ചില ആണുങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇനി അടുത്ത വീട്ടിലൊന്നുമില്ല, അവർ വളരെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചാലും ഹല്ലേലൂയ അവരെ കുറിച്ച് അപവാദം പറഞ്ഞ് കെട്ടിച്ചമഞ്ഞുണ്ടാക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മാന്യമായിട്ടും പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കളുടെ ഭവനത്തിനകത്ത് ആരെങ്കിലും വന്നെങ്കിൽ അവരുമായിട്ട് ഭവനത്തിനകത്ത് സംസാരിച്ചാൽ, ആ വീട്ടിനകത്ത് ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവരെ കുറിച്ച് വെറും മോശമായ രീതിയിൽ സംസാരിച്ച് ദേശവാസികൾക്ക് പകർന്നു കൊടുത്ത് പൊട്ടിച്ചിരിക്കുന്ന ചില ഭ്രാന്തിമാരുമുണ്ട്. ഹല്ലേലൂയ. പാപത്തിന്റെ ഭ്രാന്ത് കയറി പിടിച്ചവർ, അല്ലെങ്കിൽ അവരുടെ മിനക്കെട്ട് വീട് തോറും നടന്ന് കൂട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി, അയൽക്കാരെയെല്ലാം വിളിച്ചുകൂട്ടിയിരുന്ന് ക്രിസ്തുവിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതിനെ കുറിച്ച് അപവാദം പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. അവർക്കൊക്കെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടാൻ സമയമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആരെല്ലാം നിനക്കിത് ശത്രു ഉണ്ടായാലും, ശത്രുവായിട്ട് എഴുന്നേറ്റാലും, യാക്കോബ് തന്റെ മകനായിരിക്കുന്ന നഫ്താലി അനുഗ്രഹിച്ചപ്പോൾ അവൻ സ്വതന്ത്രമായി നടക്കുന്ന വേടമാൻ ലാവണ്യ വാക്കുകളുടെ വായിലുണ്ടെന്ന് പറഞ്ഞവരെ, നിനക്കെതിരെ ഒരു ശത്രു പ്രബലമായി മാറിയാൽ, ശത്രു നിനക്കെതിരെ എഴുന്നേറ്റാലും, നിന്നെ കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞാൽ, എന്തെല്ലാം ഗുണപ്രചരണം പറഞ്ഞുണ്ടാക്കിയാലും, നീ മൗനമായിട്ട് ദൈവസ്നേഹിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിന്റെ വായിൽ ലാവണ്യ വാക്കുകളാണ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിന്റെ ശത്രുവിന്റെ പരാജയം ദൈവം നിന്റെ മുമ്പിൽ തന്നെ കാണിക്കും. രക്തം ചെയ്യും. ഇന്ന് പകൽ വേദനയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നടുവിൽക്കൂടെ കടന്നു പോകുന്ന ചില സ്നേഹിതരുടെയും പറയട്ടെ, നീ എവിടെയെല്ലാം പരാജയപ്പെട്ടോ, എവിടെയെല്ലാം തകർത്തോ, അതിന് മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുക, ദൈവം നിന്നെ ഉയർത്താൻ പോകുക. നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവില് എരിയുന്ന തീയിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന പറഞ്ഞ പോലെ, എണ്ണ കോരി ഒഴിക്കുന്ന പറഞ്ഞ പോലെ, എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിച്ചാൽ വീണ്ടും ആളിക്കത്തുന്ന പറഞ്ഞ നീ പ്രശ്നങ്ങളെ മേലിരിക്കും, പ്രതിസന്ധികൾ നിന്റെ മേൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളെ കൊണ്ടിട്ട് നിന്നെ അപഹേളിക്കാൻ, അപമാനിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, ചില പൈശാചിക ശക്തികൾ, സാത്താന്യ ശക്തികൾ നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ,
നീ അത് കണ്ട് ഭയപ്പെട്ടു പോകണ്ട. നീ ദൈവസന്നിധി പ്രാർത്ഥിക്കും. നിന്റെ പ്രാർത്ഥന മറുപടി നിന്റെ കൺമുമ്പിൽ ദൈവം വെളിപ്പെടുത്തും. ആരെല്ലാം നിന്നെ നിന്ദിച്ച് അപമാനിച്ച് പരിഹസിച്ച് ദൂഷിച്ച് നിനക്കെതിരെ നിന്നോ അവരുടെ വീടുകൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി നിന്റെ കണ്ണാലെ നീ അത് കാണും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. 100 അനുഭവങ്ങളെ ഞാൻ പറഞ്ഞു തരാം. രക്തം ചെയ്യും. പ്രൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ലാവണ്യ വാക്കുകൾ സംസാരിക്കണം. ഹല്ലേലൂയ. നേരം വെളുത്താണെങ്കിൽ ഇറങ്ങിക്കോളൂ, ഓടിക്കോളൂ, അടുത്ത വീട്ടിലേക്ക് ഓടിക്കോളൂ. നുണ പറയാൻ. ഹല്ലേലൂയ. സാത്താന്റെ മക്കൾ, പിശാചിന്റെ അടിമകളായിരിക്കുന്നവർ വീട് തോറും മെനക്കെട്ട് നടന്ന് നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പിശാചിന്റെ മക്കൾ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കും. അപവാദങ്ങൾ പറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അതാ രൂപൻ, നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണെങ്കിൽ പോലും നീ ശ്രേഷ്ഠനാകില്ല. കാരണം നീ അപ്പന്റെ ശയ്യമേൽ കയറി കിടന്ന് അപ്പന്റെ ശയ്യ നീ അശുദ്ധമാക്കിയവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് രൂപേനോട് പറഞ്ഞു നീ ശ്രേഷ്ഠനാകില്ല എന്ന് പറഞ്ഞവിടെ പാപത്തിൽ ജീവിക്കുന്ന സകല ജനത്തിനെയും ദൈവം ശിക്ഷിക്കും. അനുഗ്രഹങ്ങൾ തടസ്സപ്പെടും. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാണ്. യോശുവ നഫ്താലി ഗോത്രത്തിന് കനാൻ ദേശത്തിൽ ഇസ്രായേലിൽ താഴ്വര മുതൽ ഗിലെയാദ് വരെ പരന്നു കിടക്കുന്ന നാടിനെ കൊടുത്തു. യോശുവ നഫ്താലിക്ക് ദേശം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ കനാൻ ദേശത്തിലെ ഇസ്രായേൽ താഴ്വര മുതൽ ഗലീല വരെ പരന്നു കിടക്കുന്ന നാടിനെ കൊടുത്തു. ഇസ്രായേൽ താഴ്വര എന്നാൽ എന്ത്? അത് അവസാനത്തെ യുദ്ധമായി ഹെർമഗദോൻ യുദ്ധം നടക്കുവാൻ പോകുന്ന താഴ്വരയാണ്. ദൈവമക്കൾ ആകാശത്തിൻ കീഴിലുള്ള സകല ദുഷ്ടാത്മാക്കളോട് യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. ദൈവമക്കൾ എന്തിനാ? ആകാശത്തിൻ കീഴിലുള്ള സകല ദുഷ്ട പിശാചുക്കളോട് നീ യുദ്ധം ചെയ്യണം. നീ മല്ലയുദ്ധം ചെയ്യണം. നഫ്താലി എന്ന പേരിന്റെ അർത്ഥം മല്ലയുദ്ധം. നീ സാത്താനോട് മല്ലയുദ്ധം ചെയ്യണം. നിനക്കെതിരെ വ്യാപരിക്കുന്ന, നിനക്കെതിരെ ദുരാലോചനകൾ കൊണ്ടുവരുന്ന വ്യക്തിക്കെതിരെ നീ മല്ലയുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ ശത്രു തകർന്ന് തരിപ്പണമാകുന്നത് കാണും. പ്രൈസ്. അവർ ഏതെല്ലാം തന്ത്രങ്ങളും മന്ത്രങ്ങളും നനഞ്ഞാലും നിന്റെ പ്രാർത്ഥന മുമ്പിൽ പതറിപ്പോകും. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മധ്യ ഒരു മന്ത്രമാത്രത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. പ്രൈസോ. അതുകൊണ്ട് ഇന്ന് പകരം എനിക്ക് കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. യാക്കോബ് നിന്റെ മക്കളെ എനിക്ക് നഫ്താലി കൊടുത്തു. നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന പേടവൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. അത് നിന്റെ വായിലെ ലാവണ്യ വാക്കുകൾ ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുക. നിന്റെ വായിലെ ലാവണ്യ വാക്കുകൾ മുഖാന്തരം നിന്റെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുക. കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെ നടുവിലെ സാമ്പത്തിക ഞെരുക്കത്തിൽ വിവിധ പാപസമ അടിമകളായി കിടക്കുന്ന നീ ഇന്നവർ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നെങ്കിൽ, യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായി നീ വിട്ടുകൊടുത്ത് മനസ്സാന്തപ്പെടുന്നെങ്കിൽ നിന്റെ തകർച്ച ദൈവം ഉയർത്താൻ പോവുകയാണ്. കണ്ണുകളുടെ ചാട്ട പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടിയധികം ജനം ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും രാനും വൃത്തരും അശരണ യാചകർ ഓർണ ചോട്ടലിൽ തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിലെ പാർക്കുന്ന സകല ജനതയുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കും ജനത്തിനായി കർത്താവിന്റെ കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BCR, ക്രമസമാധാന പാല, നിയമ നിർമ്മാണ രംഗത്ത് രഹസ്യ പോലീസിന്റെ ജുഡീഷ്യൽ വിഭാഗങ്ങളെ, സഹകരണ പൊതുമേഖല, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്ക് മേഖലയായിരിക്കുന്ന എല്ലാ ജനത്തെയും വലുതും ചെറുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളെയും, എല്ലാ വഴിയോര കച്ചവടക്കാരെ കർത്താവ് ക്ഷീരമേഖലയിൽ കാർഷിക മേഖലയായിരിക്കുന്ന കർഷക, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടാക്സ് ഡ്രൈവേഴ്സിനെയും കർത്താവ് കടലോര വാസികളെ, മത്സ്യബന്ധന, ആഴക്കടലിൽ കടന്നുപോയി കരികളും കമ്പിലും ഫാക്കിലും ജോലി ചെയ്യുന്നവർ, കർത്താവ് കല്ലിനും പാടത്തും പറമ്പിലും മണ്ണിനോട് കല്ലിനോട് തടിയോടും മല്ലുപിടുത്തം ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ജീവിതത്തിൽ വിവിധ ഭാരങ്ങൾ അനുഭവിക്കുന്ന മാരകമായ രോഗികളായിരിക്കുന്നവർ, ദേശത്തും വിദേശത്തും കടന്നുപോയി മണ്ണാട്ടിൽ കഷ്ടം സഹിക്കുന്ന, നാട്ടിൽ കടന്നുപോയി വിസ നഷ്ടപ്പെട്ട വിസ പുതുക്കിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, ദേശത്ത് പീഡ അനുഭവിക്കുന്ന, അങ്ങനെ വിവിധ മദ്യത്തിനും മയക്കും പാൻചലയ്ക്ക് വേണ്ടി അടിമകളായി കിടക്കുന്ന യുവാക്കന്മാർ എല്ലാവരും ദൈവങ്ങളിൽ പാപത്തിന്റെ ദാസിന് പുറത്തു വന്ന് നഫ്താലി സ്വന്തം പേടം
യജമാനോ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്ന പോലെ ജനത്തെ മടക്കിവരാൻ കേരളത്തിൽ ഭാരതത്തിൽ വ്യാപരിക്കുന്ന എല്ലാ സാത്താനി ആരാധന സാത്താനി ഗ്രൂപ്പുകളെയും സകല പൈശാചി ജനത്തെ നാശത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാ പാപത്തിന്റെ പ്രവൃത്തി ജനം മടങ്ങി വരും പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് ക്യാമ്പസ് കലാലയങ്ങൾ നടക്കുന്ന അക്രമങ്ങൾ അരാജകത്വങ്ങളിൽ ലഹരി മയക്കുമരുന്നിൽ അടിമപ്പെട്ട് കിടക്കുന്ന യുവതലമുറ വിടിവിക്കപ്പെടട്ടെ. അക്രമം വരും, കൊലപാതകം വരുന്നു, രാഷ്ട്രീയക്കാർ സപ്പോർട്ട് ചെയ്തവരെ കർത്താവിയെ ഉയർത്താമി കൊണ്ടുവരുമ്പോൾ നടുവിൽ കർത്താവി കണ്ണുനീരിലൂടെ കടക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്, വേദനയുണ്ട്, മക്കൾ നഷ്ടപ്പെട്ട വേദന കടന്നുപോകുന്ന മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. അവർക്ക് ആശ്വാസം കൊടുക്കണമേ കർത്താവി. പാപത്തിന്റെ ദാസിന് മദ്യ ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് പുകവലിയുടെ എന്ന് വേണ്ട സകല അസന്മാരുടെ അടിമത്തിൽ ജനം പുറത്തു വരേണ്ടതായി ഞങ്ങൾ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ദാസ്യദാസന്മാരുടെ കുടുംബങ്ങൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് മാതൃകയായി ലാവണ്യ വാക്കുകളുടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ദൈവസഭയ്ക്ക് ദൈവോപകരണമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തും വേണ്ടി ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.